ഹായ് മക്കളെ, ഇപ്പം നമ്മളെ വീഡിയോൻ്റെ താഴെ ഏറ്റവും കൂടുതൽ വരുന്ന കമൻറ്റ് എന്ന് വെച്ചാൽ സാറേ ഇപ്പം ഞാൻ നന്നായി പഠിക്കുന്നുണ്ട്, പക്ഷെ എന്താണ് ഒന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല, പഠിച്ചതൊക്കെ മറന്നു എന്നുള്ളതാണ്. ആൻഡ് ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം, അല്ലെ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. അത് പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അന്ന് നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഞാൻ കട്ടൊക്കെ ഫോളോ ചെയ്യായിരുന്നു. ആൻഡ് പ്രീമിയർ ലീഗിലെ ടോപ്പ് 4 ടീമിലെ എല്ലാ കളിക്കാരുടെ പേരും ഇൻക്ലൂഡിങ് സബ് എനിക്കറിയായിരുന്നു. പിന്നെ വേറൊരു 10-20 കളിക്കാരെ വേറെ അറിയാം. അതൊരു 75 കളിക്കാരുടെ ഫോട്ടോ ഇങ്ങനെ കാണിച്ച് ഇതാരാന്ന് പറഞ്ഞത് ഏത് ക്ലബ്ബാന്നൊക്കെ എനിക്ക് പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ എന്താണ്, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ എന്താണ് ഭയങ്കരമായിട്ട് പ്രീമിയർ ലീഗോ അല്ലെ ഫുട്ബോൾ ഒന്നും ഫോളോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം എനിക്കറിയാവുന്ന കളിക്കാരെന്ന് പറഞ്ഞാൽ വളരെ കുറച്ചൊരു 10-15 കളിക്കാർ അറിയായിരിക്കും. മേ ബി ഇവരൊക്കെ തന്നെ എനിക്കറിയാമെന്നല്ലേ. ഇവനിപ്പം പ്രീമിയർ ലീഗിലില്ല, വേറെ ഏതോ ക്ലബ്ബിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഗുണ്ടുവാൻ എന്താ പേര്, ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഇന്ന് തീരുമാനിക്കുകയാണ് ഇങ്ങനൊന്നും ആയാൽ പോരാ അല്ലേ, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. അതുകൊണ്ട് എന്താണ് പ്രീമിയർ ലീഗ് ഫോളോ ചെയ്യണം. ഞാൻ എന്ത് ചെയ്യണം, ടോപ്പ് 4 ക്ലബ്ബിലെ എല്ലാ കളിക്കാരുടെയും പേര് എന്ത് ചെയ്യണം, പഠിക്കണം, അല്ലെ അവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കണം എന്ന് വിചാരിച്ചു ഞാൻ എന്താക്കുകയാണ്, ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു, മാഞ്ചസ്റ്റർ സിറ്റി സ്ക്വാഡ് നടിക്കുന്നു. ഏകദേശം എന്താണ് ഇതുപോലത്തെ ഒരു ഫോട്ടോയിൽ ഓരോരുത്തരെയും പേര്. ഓക്കെ, ഇത് ഹാളണ്ടാണ്, ഇത് നമ്മളെ മുത്ത് അല്ലേ, അൽവരസ് എന്താണ് പേര് എനിക്ക് മറന്നു. യെസ്, അന്ന് മെസ്സി ഇങ്ങനെ പാസിട്ടപ്പം ഇങ്ങനെ ഗോൾ അടിച്ച്. യെസ്, ഓക്കെ, അങ്ങനെയുള്ള എല്ലാവരുടെ പേരും ഞാൻ ഇന്ന് പഠിച്ചു. അതേപോലെ എന്താണ് പിന്നെ ലിവർപൂൾ എടുത്തു, പിന്നെ എന്താണ് ഗണ്ണേഴ്സ്, ആർസെനലൊക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഇരുന്നൊരു 2-3 മണിക്കൂർ ഇരുന്ന് പഠിച്ചു. നാളെ മുതൽ ഞാൻ കളി കാണുകയാണെങ്കിൽ എനിക്ക് എല്ലാവരെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അത് പോട്ടെ, ഞാനല്ല, നിങ്ങളെ സ്ഥാനത്താണ് നിങ്ങൾക്ക് തോന്നുമോ? അതായത് 4 ക്ലബ്ബിലെയും 10-50 കളിക്കാരുടെ പേരുകൾ നമ്മൾ പഠിച്ചിട്ട് അവരെ നാളെ മുതൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇനിയിപ്പോൾ അത് 4 ക്ലബ്ബല്ല, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലുള്ള 20 ക്ലബ്ബുകളുടെയും കളിക്കാരുടെ പേരാണ് നമ്മൾ ഇന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ തീരുമാനിച്ചതെങ്കിൽ പറ്റുമോ? നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പരിപാടിയാണ് അല്ലേ. അതേപോലെ തന്നെ എന്താണ് വിഷ്വൽ ലേണിംഗ് ആണ്, ആൾക്കാരെ ഫോട്ടോ കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന കമ്പാരിറ്റീവ്ലി ഈസി പരിപാടിയാണ്. പക്ഷെ എന്നാലും എന്താണ് നമുക്ക് പറ്റൂല അല്ലേ. ഇത് എപ്പോഴാണ് പറ്റുക സാർ? ഇന്ന് മുതൽ സാർ തുടങ്ങിയിട്ട് ഒരു 6 മാസത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു 2 മാസത്തിന് ശേഷം എന്താണ് സാർക്ക് എല്ലാവരും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓരോ കളികളും കാണാൻ മനസ്സിലാവാത്ത ആൾക്കാരെ വീണ്ടും ഒന്ന് ഫോട്ടോ നോക്കുക, എന്താ സംഭവം നോക്കിയാൽ ഒരു 3-4 മാസം കൊണ്ട് നിങ്ങൾക്ക് എല്ലാ കളിക്കാരുടെ പേരും കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ. ശരിയല്ലേ? ഇത് തന്നെയാണ് നിങ്ങളിപ്പോൾ ISL ആണെങ്കിലും IPL ആണെങ്കിലും ഒക്കെ സംഭവിക്കാം. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കൂടി നമ്മുടെ മെമ്മറിയിൽ എത്താൻ എന്താണ് കുറച്ചധികം സമയം വേണം. ഇനി നിങ്ങളിത് നേരെ നമ്മളുടെ പഠനവുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കെ. അതായത് ഓർഗാനിക് കെമിസ്ട്രിയിലെ കുറേ നെയിംഡ് റിയാക്ഷൻ, ഫിസിക്സിലെ കുറേ ഇക്വേഷൻ, ബയോളജിയിലെ കുറേ പ്രോപ്പർട്ടീസ്, കുറേ പ്രോസസ്സുകൾ, ഇതൊക്കെ എന്താണ് നമ്മൾ പരീക്ഷയുടെ തടയെന്ന് മോഡൽ എക്സാമിൻ്റെ 2 ദിവസം മുമ്പ് ഒരു മാരത്തോൺ റിവിഷൻ കണ്ട് ഫുള്ള് പഠിച്ചതിന് ശേഷം അത് പിറ്റേ ദിവസത്തെ എക്സാം ഹാളിൽ നിന്ന് നമുക്ക് ഓർമ്മ വരണമെന്ന് പറയുന്നതിൽ ലോജിക്കലി എന്താണ് അതിലൊരർത്ഥം ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതെന്താണല്ല മാരത്തോണിനെ കളിയാക്കല്ല, വേറൊന്നുമല്ല അല്ലേ, മാരത്തോണിൻ്റെ ഇൻഎഫക്റ്റീവ്നെസ് പറയലൊന്നല്ല. ഇതെന്താണ് സയൻസ് അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി എന്തല്ല ഇത് വർക്ക് ചെയ്യുന്നൊരു കാര്യമല്ല എന്നുള്ള ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കുന്ന ആ നിമിഷം മുതൽ എന്താണ് നിങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യും. അതായത് നിങ്ങളെന്താണ് മാരത്തോൺ ലൈവ് കാണുന്നു, പിറ്റേന്ന് എക്സാം എഴുതുന്നു, എന്നിട്ട് എന്താ സാറേ ലൈവിൽ പഠിപ്പിച്ചൊന്നും എന്താ സാർ പഠിപ്പിച്ചിട്ടൊന്നും എനിക്ക് മാർക്ക് കിട്ടിയില്ല എന്ന് പറയുന്നത് ഏത് ലൈവാണെങ്കിൽ ലൈവ് എടുക്കുന്ന ആളൊന്നും പ്രശ്നമില്ല. ഇതെന്താണ്, അത് സയൻസ് ആണെന്ത്. ഇത്രയും സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ഇത്രയും വലിയ ടോപ്പിക്കുകൾ 14 ചാപ്റ്റേഴ്സൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബോറിംഗ് ആയിട്ടുള്ള ചിലത് ബൈഹാർട്ട് പഠിക്കേണ്ട ചിലത് മനസ്സിലാക്കേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ഒരു ദിവസം അല്ലെ 2 ദിവസം മുന്നേ പഠിച്ചിട്ട് പിറ്റേ ദിവസം പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വേണമല്ലോ ഓർമ്മയിൽ നിൽക്കണം എന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? ഇല്ലല്ലോ. അതായത് ഇപ്പം എന്താ ശരിക്കും സംഭവിക്കുന്നത്, നമുക്ക് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, പരീക്ഷ എടുക്കുന്നു. യെസ്, പരീക്ഷ ഇതിപ്പോൾ മോഡൽ എക്സാമിനെ കുറിച്ചാണ്. നമ്മളെ ഫൈനൽ എക്സാമിന് സമയം മോഡൽ എക്സാം ഫെബ്രുവരി 15 തുടങ്ങുന്നു പറയും. നമ്മളൊരു ഫെബ്രുവരി 10 ഒരു 1-2 ചാപ്റ്റർ എന്തെങ്കിലും ഒരു മോട്ടിവേഷനൊക്കെ ഇട്ട് പഠിച്ചു വെക്കുന്നു. പിന്നെ ഇങ്ങനെ വേറെ ഓരോ ഇതിലൊക്കെ തിരക്കിലൊക്കെ മാരത്തോൺ ഉണ്ടാകുന്ന ഫുള്ളും പഠിച്ചിട്ട് പിറ്റേന്ന് എന്താണ് ഞാൻ ഇന്ന് സിറ്റിയുടെ മുഴുവൻ കളിക്കാരുടെ പേരും പഠിക്കുന്നത് പോലെ EPL മുഴുവൻ കളിക്കാരുടെ പേരും പഠിക്കുന്ന പോലെ പിറ്റേന്ന് നമ്മൾ എക്സാമിൽ അതൊന്നും കൂടെ എല്ലാം പെർഫെക്റ്റ്ലി എഴുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി അത് പോസിബിൾ ആണോ? ആലോചിച്ച് നോക്കാം.
അതാണ് ശരിക്കും ഈ മോഡൽ എക്സാമിന് നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ സ്ഥാനത്ത് മോഡൽ എക്സാം എളുപ്പമാണെന്ന് പറയുന്ന കുട്ടികൾ നോക്കി അവരെന്ത് ചെയ്യുന്നുണ്ടാവും? അവർ ഏകദേശം ഇങ്ങനെ ഉണ്ടാവുക. അവരെന്താണ്, അവർ മുമ്പേ ഓരോ ചാപ്റ്ററുകളൊക്കെ പഠിച്ച് ചാപ്റ്റർ 1 ചാപ്റ്റർ ഇങ്ങനെ കുത്തിട്ട് ഓരോ ചാപ്റ്ററുകളാണ് ഇടയ്ക്ക് അത് എന്ത് ചെയ്യുന്നുണ്ട്, റിവൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതലേ തുടങ്ങിയ ലൈവുകളിലൊക്കെ കയറി അതൊന്നും കൂടെ റിവൈസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ വീണ്ടും മാരത്തോണിൽ വരികയാണ്. അടുത്തൊരു റിവിഷനും കൂടെ നടന്നിട്ടാണ് പിറ്റേന്ന് എക്സാം. അവർ പരീക്ഷ കഴിഞ്ഞിട്ട് പോളിലിടുമ്പോൾ എന്താണ് സാറേ വളരെ എളുപ്പം 58 മാർക്ക് കിട്ടും, അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും എന്ന് പറയും. അപ്പം ഇതാണ് പ്രോസസ്. അല്ലെങ്കിൽ എന്തായിരിക്കണം, നിങ്ങൾ എക്സ്ട്രാ ഓർഡിനറി ആളായിരിക്കണം. ആവറേജ് ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോസസ്സ് മാത്രമാണ് വർക്ക് ചെയ്യുക. ഈ പ്രോസസ്സ് മാത്രമാണ് വർക്ക് ചെയ്യുക. ആൻഡ് ഭൂരിഭാഗം കുട്ടികളെ സംബന്ധിച്ച് ഇതാ വർക്ക് ചെയ്യുക. അപ്പോൾ സാർ ഇനി സമയമില്ല, ഇത് ആദ്യമേ പറയണ്ടല്ലേ സാർ, ആദ്യമേ പറയണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾക്ക് ഈ പ്രോസസ്സിലേക്ക് എത്താൻ പറ്റും. അതായത് നിങ്ങൾക്ക് +2 +1 നല്ല മാർക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ പ്രോസസ്സേ നടക്കുള്ളൂ. നമുക്കറിയാം ഓരോ പരീക്ഷയ്ക്ക് മുന്നും ആവശ്യത്തിലധികം ഡേറ്റും കാര്യങ്ങളും ഉണ്ട്. നിങ്ങളെന്താണ് ഇപ്പം നോക്കി 2 ദിവസം ലീവ് കിട്ടിയിട്ട് അടക്കം എന്താ നിങ്ങൾ പഠിച്ചിട്ടില്ല, നിങ്ങൾ വീണ്ടും മാരത്തോണിലെ തലേന്ന് പഠിച്ചിട്ട് എഴുതാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്. അത് പറ്റൂല. അതായത് 21-ാം തീയതി നിങ്ങൾ മോഡൽ എക്സാം കഴിഞ്ഞ അന്ന് മുതൽ നിങ്ങൾ ഓരോ ചാപ്റ്ററുകളായിട്ട് എന്ത് ചെയ്യണം, ചാപ്റ്ററുകൾ ഡീറ്റെയിൽ ആയി പഠിക്കണം. അടുത്ത ദിവസം വേറെ ചാപ്റ്റർ പഠിക്കണം. അങ്ങനെ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ പഠിച്ചത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് റിവൈസ് ചെയ്യണം. 10 മിനിറ്റ് 15 മിനിറ്റ്. ഫിസിക്സിലെ എന്താ പറയുക, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനാണെങ്കിൽ അതെന്തൊക്കെ ഓർഡറിൽ നമ്മളിങ്ങനെ ഓർത്ത് നോക്കിക്കൊണ്ടേയിരിക്കണം. അതായത് ഒരു ദിവസം നിങ്ങൾ 2-3 മണിക്കൂർ എടുത്തിട്ട് ഒരു ചാപ്റ്റർ പഠിക്കുക. പിറ്റേ ദിവസം രാവിലെ ഒരു 15 മിനിറ്റ്. എന്തൊക്കെയാണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ വരിക? ഏറ്റവും ഫസ്റ്റ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും, പിന്നെന്താണ്, പിന്നെ ആവറേജ് വെലോസിറ്റി, പിന്നെ വെലോസിറ്റി സ്പീഡ് നമ്മളുള്ളത്, ആവറേജ് വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, ആക്സലറേഷൻ, ഇക്വേഷൻസ് ഓഫ് മോഷൻ, പിന്നെന്താ വരിക, മോഷൻ അണ്ടർ ഗ്രാവിറ്റി, പിന്നെ റിലേറ്റീവ് മോഷൻ. അങ്ങനെ എന്താണ് ആ പാഠത്ത് ഓരോ പഠിക്കുന്ന ഇക്വേഷൻസ് ഓഫ് മോഷൻ, ആ 3 ഇക്വേഷൻ ഏതായിരുന്നു? അങ്ങനെ ഓർത്തെടുക്കലും ഈ പ്രോസസ്സിലൂടെ നടന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പഠിച്ചിട്ട് ഏറ്റവും അവസാനം എന്താ പറയുക, പരീക്ഷയുടെ 2 ദിവസം മുന്നേ ഞങ്ങളൊക്കെ തുടങ്ങുന്ന മാരത്തോണിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് വീണ്ടും ഒന്നും കൂടെ റിഫ്രഷ്മെൻ്റ് ആവും. അവിടുന്ന് എന്താണ് നിങ്ങൾക്ക് പരീക്ഷയിലേക്ക് എത്തുമ്പോൾ നല്ല മാർക്ക് കിട്ടും. അതായത് ഒരു 2 ആഴ്ച 3 ആഴ്ച ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കൃത്യമായി ഫോളോ ചെയ്ത് സിറ്റിയുടെ എല്ലാ കളികളും അടുത്തൊരാഴ്ച ഞാൻ അടുത്ത 5 കളികളും കാണുകയാണെങ്കിൽ 6ാമത്തെ കളിയാകുമ്പോഴത്തേക്ക് എല്ലാ കളിക്കാരുടെ പേരും എനിക്ക് പറയാൻ പറ്റില്ല. അതേപോലത്തെ ഒരു പ്രോസസ്സാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. അത് മാത്രമാണ്. അതായത് റിയാലിറ്റി ഈ സാധനം അല്ലാതെ വേറെ ആക്റ്റീവ് റീകോൾ അത് ഇതൊന്നും പറയണ്ട, അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഈ സംഭവം എന്താണ്, നിങ്ങൾ ചെയ്താലേ മാർക്ക് കിട്ടുള്ളൂ. നിങ്ങൾ ഇപ്പം തീരുമാനിക്കുക. ആൻഡ് ഇങ്ങനെ ചെയ്യാൻ എന്താണ് എഡ്യൂപോർട്ടിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ 21-ാം തീയതി നിങ്ങളുടെ മോഡൽ എക്സാം കഴിഞ്ഞിട്ട് പിന്നെ 1-ാം തീയതിയാണ് പിന്നെ നിങ്ങളുടെ പരീക്ഷകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. +1-നാണെങ്കിൽ +2-ന് വേറെ ടൈം ടേബിൾ ആണല്ലേ. അപ്പം ആ ദിവസങ്ങളിലൊക്കെ എങ്ങനെയാണ് ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ ബാക്കി ഫ്രണ്ട്സിനും കൂടെ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതാണ് സയൻസ് ഓഫ് ലേണിംഗ് എനിത്തിങ്. വീണ്ടും പഠിക്കണം, പഠിച്ചത് റിവൈസ് ചെയ്യണം. അങ്ങനെ ചെയ്ത് പരീക്ഷയുടെ തലേന്നത്തെ ബ്ലാസ്റ്റും കൂടെ കഴിഞ്ഞിട്ട് പോകുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നല്ല മാർക്കിലേക്ക് എത്താം. സോ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. എന്താ ഞങ്ങളുടെ സൈഡിൽ നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യാം. ശരി.